എന്താടി പെണ്ണെ, കാര്യം എന്താണെങ്കിലും ഒന്ന് പറ. എനിക്ക് വൈകുന്നേരം പോയി കാത്തു ചേച്ചീനെ വീട്ടിൽ കൊണ്ടാക്കണം. അച്ഛൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ചേച്ചിയുടെ ക്ലാസ് 3:30 കഴിയുന്നത്. അതിനു മുൻപ് പോകാം. കുറച്ചു നേരം കൂടി നിൽക്കട്ടേന്നേ. ചിലപ്പോൾ വന്നാലോ? ആര്? ആ ചേട്ടനില്ലേ, ഇന്നലെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ചേട്ടൻ. ആമി നാണത്തോടെ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, എന്താ? സ്വാതി കളിയാക്കുന്നത് കണ്ട് എന്താണെന്ന് വിചാരിച്ച് ആമി ചോദിച്ചു. നിന്റെ ചാണകം ചവിട്ടിയ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. പോടി. അവൾ സങ്കടം വന്നതുപോലെ ചുണ്ടു വിതുമ്പി കാണിച്ചു. ലബ്ബാണോ മോളെ? മനസ്സിൽ കുളിർമഴ വല്ലതും പെയ്യുന്നുണ്ടോ? തന്നെ ആക്കിക്കൊണ്ട് സ്വാതി ചോദിച്ചപ്പോൾ ആമിക്ക് പിന്നെയും നാണം വന്നു. അതൊന്നും എനിക്കറിയത്തില്ല കൊച്ചേ. എനിക്ക് ആ ചേട്ടനെ ഇനിയും കാണാൻ തോന്നുന്നു. കുറേ സംസാരിക്കാൻ തോന്നുന്നു. പിന്നെ പിന്നെ ഒന്നും മിണ്ടാതെ അവൾ നിൽക്കുന്നത് കണ്ട് സ്വാതി ആകാംക്ഷയോടെ ചോദിച്ചു. എൻ്റെ ഈശ്വര, ഇവൾക്കും നാണമോ? എനിക്കിനി ചത്താലും വേണ്ടില്ല. ഒന്ന് പോടി. പിന്നെ നിനക്ക് എന്താന്ന് പറഞ്ഞില്ല? സ്വാതി വിടാൻ മട്ടില്ലാത്തതുപോലെ പിന്നെയും കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട്. ആദ്യം ആ ചേട്ടനെ കണ്ടുപിടിക്കാൻ ഒരു വഴി പറഞ്ഞതാ പെണ്ണെ. അത് കൊള്ളാം. വീട് എവിടെയാണെന്നൊന്നും ചോദിച്ചില്ലേ ഇന്നലെ? കുറേ നേരം ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. നിന്റെ സ്വഭാവം വെച്ച് ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചികഞ്ഞെടുക്കേണ്ടതാണല്ലോ. വീടോ? പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. പേര് പോലും ചോദിച്ചില്ലേ? അതും നീയോ? ആന്നേ. ഷോ, എന്തൊരു കഷ്ടമാണ്. പിന്നെ ആ ഡോക്ടർ ഒരു പേര് വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ദിനേശനെന്നോ അങ്ങനെയോ മറ്റോ. ആമി ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ദിനേശനോ? ഒന്ന് പോടി. ആ മുഖത്ത് നോക്കി ഇടാൻ പറ്റിയ പേരാണോ അത്? ഇതിപ്പോൾ പേര് ജനിച്ചപ്പോഴല്ലേ ഇടുന്നത്. അപ്പോൾ ആ ചേട്ടന് അത്ര ലുക്കേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. എന്നാലും ദിനേശനൊന്നും ആവില്ല, വേറെന്തെങ്കിലും ആയിരിക്കും. സ്വാതി ഒട്ടും ഇഷ്ടമാവാത്തതുപോലെ പറഞ്ഞു. ഏതാണ്ട് അതുപോലെയൊരു പേരാണ്. അത് കഴിഞ്ഞ് ആ ഡോക്ടർ ഇഞ്ചക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മൂഡ് പോയി. അതോടെ ഞാൻ ആ പേരും മറന്നു. ആ ചേട്ടനെ കാണാനാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് എന്താടി കാര്യം? നമ്മൾ ഇന്നലെ രാവിലെയല്ലേ കണ്ടത്. രാവിലെ ഇറങ്ങാമെന്നാ ഞാനും കരുതിയത്. പക്ഷേ വീട്ടിലാകെ പ്രശ്നമാടി. വീട്ടിൽ എന്ത് പ്രശ്നം? നീ അച്ഛനോട് വല്ലതും തല്ല് പിടിച്ചോ? വഴക്ക് വല്ലതും പറഞ്ഞോ? അതാണോ? അതൊന്നുമല്ല, കാർത്തുവച്ചിൻ്റെ കാര്യാ. ചേച്ചിയുടെ എന്ത് പ്രശ്നം? ചേച്ചി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലല്ലേ, ഇനി അതിനാണോടി? അതൊന്നുമല്ല, ചേച്ചിയെ ഇനി അവിടെ അങ്ങനെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നാ അച്ഛനും ചേട്ടനും ചേച്ചിയുമൊക്കെ പറയുന്നത്. എനിക്ക് അതല്ലേടി, അഭിയേട്ടൻ്റെ മാറ്റമാ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. കാർത്തുവേച്ചിയുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അമ്പിയേട്ടൻ സംസാരിക്കുന്നത് ഇപ്പോൾ. ഒന്നില്ലെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ഒരു വാക്കെങ്കിലും ഒരാൾ സംസാരിക്കില്ലേ? അല്ല, ഏട്ടൻ അങ്ങനെ സംസാരിച്ചിരുന്നതാണ്. പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയതെന്നാ മനസ്സിലാവാത്തത്. ചിലപ്പോൾ അവർ തമ്മിൽ വല്ലതും പിണങ്ങിക്കാണും, അതായിരിക്കും. അങ്ങനെ ആയാൽ മതിയായിരുന്നു. പാവം ചേച്ചി. ഇനിയും അമ്മാവൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചേച്ചിയെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണ്ടേ? അല്ലാതെ വേറെ എവിടെ നിർത്താനാടി? അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. കാർത്തുവേച്ചിയെ ഇനി ഞങ്ങളുടെ കൂടെ നിർത്തിക്കോളാം ഞങ്ങൾ. അമ്മയ്ക്കും അച്ഛനും ചേച്ചിയെ ഒരുപാട് ഇഷ്ടമായി. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങനെയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ധൈര്യമായി ഞാൻ നിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നത്. പക്ഷേ അമ്മാവൻ അത് സമ്മതിക്കില്ലല്ലോ. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇനി അതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോഴല്ലേ, ഇപ്പോൾ നമുക്ക് ആ ചേട്ടനെ പറ്റി അന്വേഷിക്കാം. അവളുടെ മനസ്സൊന്ന് ശരിയാക്കാനായി സ്വാതി പറഞ്ഞു. എവിടെ പോയി അന്വേഷിക്കാനാ? നമുക്ക് നോക്കാന്നേ. ദേവിക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? അവൾ കാര്യം മനസ്സിലാവാത്തതുപോലെ അമ്പിയോട് ചോദിച്ചു. എപ്പോഴും ഇങ്ങനെ കാണണമെന്നൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ട് ഞാൻ ആ വാക്ക് തെറ്റിച്ചില്ലേ? അതിനാണോ? അവളൊന്ന് ചിരിച്ചു. ഞാൻ എന്തായാലും ഇന്നിവിടെ വരാനിരിക്കുകയായിരുന്നു. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാ ദേവിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താ അമ്പിയേട്ടാ? അവൾ ചോദ്യഭാവത്തിൽ നോക്കി ചോദിച്ചു. നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളും ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തതൊന്നും തൽക്കാലം തന്നെ ഫ്രണ്ട് നിത്യ അറിയണ്ട. അതെന്താ? നിത്യയോട് ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിലും അവളിൽ നിന്നും ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ലാത്തതിനാൽ ഇന്നോ നാളെയോ അവളോടിത് പറയണമെന്ന് തന്നെയാണ് ദേവി കരുതിയിരുന്നത്.
അപ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം അമ്പി ചോദിക്കുന്നത്. അത് തനിക്കറിയാലോ, നിത്യയുടെ ചേട്ടൻ നിതിനും ഞാനും ഫ്രണ്ട്സാണ്. നിത്യ അറിഞ്ഞാൽ നിതിനും അറിയും. അവൻ വഴി എൻ്റെ വീട്ടിലിപ്പോൾ അറിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. അവൻ പറഞ്ഞു വരുന്നത് ശരിയാണെന്ന് ദേവിക്കും തോന്നി. ഒരുപക്ഷെ നിത്യ വഴി ഇതെല്ലാം തൻ്റെ വീട്ടിലും അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അവൾക്കത് ആലോചിക്കാൻ തന്നെ ഒരു ഭയമുണ്ടായിരുന്നു. എനിക്കറിയാം നിത്യ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. പക്ഷേ വീട്ടിലറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. പ്രശ്നോ? എന്ത് പ്രശ്നം? അച്ഛനാണ് അറിയുന്നതെങ്കിൽ തൻ്റെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കും. അത് തൻ്റെ പഠിപ്പിനെ ബാധിക്കും. വീട്ടുകാർ കാര്യം അറിയും. അങ്ങനെയൊരു പ്രശ്നം. അതിലും വലുത് അമ്മയറിഞ്ഞാലാണ്. ദേവി ആകെ പരിഭ്രമിച്ചത് കേട്ടു. അമ്മയറിഞ്ഞാൽ വേറെന്ത് പ്രശ്ന? അമ്മയുടെ ആങ്ങളയുടെ ഒരു മകളുണ്ട്. അമ്മയ്ക്ക് അവളെ എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ദേവി ഒന്ന് ഞെട്ടി അത് കേട്ടിട്ട്. അമ്പി അത് വ്യക്തമായി കാണുകയും ചെയ്തു. അവൻ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. അമ്മയ്ക്ക് അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? സങ്കടത്തോടെയാണെങ്കിലും ദേവി ചോദിച്ചു. ആ കുട്ടിയുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. എൻ്റെ അമ്മയാണ് അവളെ വളർത്തിയത്. ഞങ്ങൾ 3 പേർക്കും ഒപ്പമാണ് അവൾ വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെൻ്റെ അനിയത്തിമാരെ പോലെയാണ്. അങ്ങനെയുള്ള അവളെ ഞാൻ എങ്ങനെയാണോ വിവാഹം കഴിക്കുന്നത്? ആ വാക്കുകൾ ദേവിക്ക് ഒരല്പം ആശ്വാസമേകി. അതുമാത്രമല്ല, ഒരു നോട്ടം കൊണ്ട് ഇങ്ങനെയൊരു പെണ്ണ് എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ സ്ഥിതിക്ക് ഇനി എങ്ങനെയാ ഞാൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്? അവൻ്റെ ആ വാക്കുകൾ കേട്ട് അവൾക്ക് മനസ്സിലൊരു തണുപ്പ് തോന്നി. അമ്മയോട് പറഞ്ഞൂടെ ആ കുട്ടിയെ അനിയത്തിമാരെ പോലെയാ കാണുന്നതെന്ന്? ഞാനങ്ങനെ പറയുന്നതിന് മുൻപേ അവളൊരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവൾ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ. അമ്മയും എൻ്റെ ഇളയ അനിയത്തിയുമൊക്കെ അത് വിശ്വസിച്ചിരിക്കുകയാണ്. അച്ഛനും നീക്കുമൊക്കെ സത്യം അറിയാം. ഈയൊരു വർഷം കൂടി കഴിഞ്ഞാൽ അവളുടെ പഠിപ്പ് കഴിയും. അത് കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞ് അവൾക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മുടെ കാര്യത്തിന് അമ്മ എതിർപ്പും പറയില്ല. എന്താ, അതുപോരെ? പ്രണയത്തേക്കാൾ കൂടുതൽ ആരാധനയോടെ അവൾ അവനെ നോക്കി. ദർശേട്ടനെ പോലെ. ഒരുപക്ഷെ അതിനേക്കാൾ നല്ലൊരു വ്യക്തിയാണ് അമ്പിയേട്ടൻ എന്നവൾക്ക് അന്നേരം തോന്നി. 1-2 മാസം കടന്നുപോയി. അതിനിടയിൽ ദേവിയും അമ്പിയും ഇടയ്ക്കിടയ്ക്ക് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. അമ്പിയെ കാണാനുള്ളത് കൊണ്ട് ദേവി ഇപ്പോൾ നിത്യയെയോ കല്ലുവിനെയോ കൂടെ കൂട്ടാറില്ല. നാൾക്ക് നാൾ അമ്പിയോടുള്ള അവളുടെ പ്രണയം കൂടിക്കൂടി വരുന്നു. ആമയ്ക്ക് തിരിച്ച് ബാംഗ്ലൂർ പോകാനുള്ള ദിവസമായി. അതുവരെ പെണ്ണ് ദർശനെ അന്വേഷിച്ച് കുറേ നടന്നു. പക്ഷേ കാണാൻ സാധിച്ചിട്ടില്ല. ഓഫീസിലെ ഒരുക്കങ്ങൾക്കിടയിലും ദർശനം ആമയെ അന്വേഷിക്കാൻ പറ്റാവുന്നിടത്തെല്ലാം അന്വേഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ അവനും നിരാശയായിരുന്നു ഫലം. പരസ്പരം കാണാതെയും അറിയാതെയും ആയിരുന്നെങ്കിലും ആമയും ദർശനും പരസ്പരം പ്രണയിച്ചു. ഹോ, അങ്ങനെ ബാംഗ്ലൂർ ജീവിതം അവസാനിച്ചു. ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോൾ തീരുമാനിച്ചതാ, ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ ബാംഗ്ലൂർ വന്ന് ചെയ്യണമെന്ന്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വീട്ടുകാരോട് ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് കോളേജ് ഇവിടെയാണെന്നും പറഞ്ഞ് വന്നു ചേർന്നത്. വന്നപ്പോഴല്ലേ മനസ്സിലായത് നിവിൻ പോളി പറഞ്ഞതാണ് ശരിയെന്ന്. നിവിൻ പോളി നിന്നോട് എന്താ പറഞ്ഞത്? ആമി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആമിയുടെയും സ്വാതിയുടെയും മറ്റൊരു സുഹൃത്തായ ധ്വനി ചോദിച്ചു. ആ, അങ്ങേര് എന്നോട് മാത്രമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും ആ പടത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മുടെ നാട് തന്നെയാണ് നല്ലതെന്ന്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആമിയുടെ ചമ്മിയതുപോലുള്ള സംസാരം കേട്ട് സ്വാതിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രോജക്റ്റ് നമ്മൾ കേരളത്തിൽ പോയി ചെയ്യുന്നുണ്ടെങ്കിലും റിവ്യൂ സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ തന്നെ വരണം. മാത്രമല്ല എക്സാമിന് ചിലപ്പോൾ നമുക്ക് ഇവിടെ സെൻറ്റർ കിട്ടിയാലോ. എന്നാലും ഇതുപോലെ ഒരുപാട് ദിവസമൊന്നും നിൽക്കേണ്ടല്ലോ. എന്നാലും നിങ്ങൾ എന്തിനാ കേരളത്തിൽ പോയി പ്രോജക്റ്റ് ചെയ്യുന്നത്? അവിടെയുള്ളതിനേക്കാൾ നല്ല ഫേംസൊക്കെ ഇവിടെയല്ലേ ഉള്ളത്. ആര് പറഞ്ഞു? കേരളം പഴയ കേരളമൊന്നുമല്ല മോളെ. അവിടെയുമുണ്ട് ഒരുപാട് നല്ല കമ്പനികൾ. അത് പറഞ്ഞ് ആമി സ്വാതിയെ നോക്കിയപ്പോൾ അവളൊരു കള്ളച്ചിരിയുമായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആമിയുടെ മുഖത്തും തെളിഞ്ഞു ഒരു കള്ളച്ചിരി. എന്നാ ശരിയടാ, ഞാൻ പോട്ടെ. അപ്പുറത്ത് റൂമിൽ അന്വേഷിക്കുന്നുണ്ടാവും. അവരോട് യാത്ര പറഞ്ഞ് ധ്വനി അവിടെ നിന്നും പോയി. എന്തൊക്കെയായിരുന്നു എൻ്റെ മോളെ. നിനക്കാ ചേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇവിടുന്ന് ധൃതി പിടിച്ച് കുറ്റിയും പറിച്ച് അങ്ങോട്ടേക്ക് പോണത്? ആ, അതും ഒരു കാരണം. എടി മോളെ, വർഷം 3 ആവാറായി. ആ ചേട്ടൻ നിന്നെ ഇപ്പോൾ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. ആ ചേട്ടനെ ഓർത്തില്ലെങ്കിൽ എനിക്കെന്താ, ഞാൻ ആ ചേട്ടനെ ഓർക്കുന്നുണ്ടല്ലോ 24 മണിക്കൂറും.
ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് എന്തിനാ? നീ എല്ലാ കാമുകിമാർക്കും ഒരു പ്രചോദനമാണ് മോളെ. പിന്നല്ലാതെ. അങ്ങേരെ നേരിട്ട് കാണുമ്പോൾ പറയാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ? അതൊക്കെയുണ്ട്. പറയടി മോളെ, എന്നോടല്ലേ, പ്ലീസ്. ക്യാപ്റ്റൻ അമേരിക്കയെയും ബാറ്റ്മാനെയും സ്പൈഡർമാനെയും ഒക്കെ ആരാധിച്ചു നടന്നുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ പേര് പോലും അറിയാത്ത ചേട്ടനാണ് ആരാധ്യ പുരുഷൻ എന്ന് പറയും ഞാൻ. എങ്ങനെയുണ്ട്? കൽപ്പനയെപ്പോലെ കണ്ണൊക്കെ വെട്ടിച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ സ്വാതി ബെഡിലേക്ക് വന്നിരുന്നു പോയി. അയ്യേ, നല്ല ബോറായിട്ടുണ്ട്. അത് വേണ്ട, എന്നാ വേറൊന്നുണ്ട്. കാർട്ടൂൺ നെറ്റ്വർക്കും പോഗോയും സോണിയും കൊച്ചു ടിവിയും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഞാനിപ്പോൾ സൺ മ്യൂസിക്കിലെയും സൂര്യ മ്യൂസിക്കിലെയും പ്രണയഗാനങ്ങൾ മാത്രമാണ് കാണുന്നത് ചേട്ടാ. എന്ന് പറയട്ടെ, നീ അങ്ങോരോട് ഇഷ്ടമാണെന്ന് പറയാൻ പോകുവാണോ, അതോ ബ്രേക്കപ്പ് ആകാൻ പോകുവാണോ? എടി, ഇതൊക്കെ ഒരുമാതിരി പൈങ്കിളി ഡയലോഗുകളല്ലേ. നിനക്കപ്പോൾ മനസ്സിൽ തോന്നുന്നത് പറഞ്ഞാൽ മതി. എന്നാൽ എന്താണെന്ന് വെച്ചാൽ പറയാം. പക്ഷേ എനിക്ക് ആ ചേട്ടനെ ഒന്ന് കണ്ടുപിടിച്ച് താടി. കണ്ടുപിടിച്ച് തരാടി, നീ ഇങ്ങനെ വിഷമിക്കാതെ. സ്വാതി ആമിയുടെ താടിത്തുമ്പിലായി പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അതുപോട്ടെ, നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ ഞാൻ ഉണ്ണിയാച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആടി, അത് പറയാൻ ഞാൻ വിട്ടു. അച്ഛൻ അന്വേഷിച്ച് ഒരു 5 കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ അതിൽ നിന്നും അങ്കിളൊരു കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ട്. ആള് വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കമ്പനിയാണെന്നാ ശ്രീനിവാസ് അങ്കിൾ പറയുന്നത്. ഏതാ കമ്പനി? ഫ്യൂച്ചർ ഡിസൈൻസ്. വൺ മിസ്റ്റർ ദർശൻ മേനോനാണ് അതിൻ്റെ CEO. ദർശൻ മേനോൻ? എന്താ, നിനക്ക് വല്ല പരിചയമുണ്ടോ? എന്ത് പരിചയം? അല്ല, നിന്റെ ആലോചന കണ്ട് ഞാൻ ചോദിച്ചതാ. ഞാൻ ആലോചിച്ചത് എൻ്റെ ദിനേശേട്ടൻ്റെ പേരും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരിക്കും അല്ലേ? ദേ വന്നു പിന്നെയും അവളുടെ ഒരു ഉണക്ക ദിനേശേട്ടൻ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുതെന്ന്. നിനക്കെങ്ങനെ തോന്നുന്നടി ആ മുഖം ഓർക്കുമ്പോൾ ആ പേര് വിളിക്കാൻ? പിന്നെ ദാ വെച്ച് തുടങ്ങുന്ന ഒരു പേര് വരണ്ടേ? ദാ വെച്ച് തുടങ്ങുന്ന എന്തോരം നല്ല പേരുണ്ട്. ദർശൻ മേനോനും ദാ അല്ലേ. വേണമെങ്കിൽ ദർശേട്ടാന്ന് വിളിച്ചോ. എന്നാലും ദിനേശേട്ടാ എന്ന് വിളിക്കുന്ന ഒരു ഗും ഉണ്ട്. ഉണ്ട്, ഗുമ്മുണ്ട്. സ്വാതിയുടെ മുഖം കണ്ടപ്പോൾ ആമി പറയാൻ വന്നത് വിഴുങ്ങിക്കളഞ്ഞു. എന്നാലും എന്നെ ദർശേട്ടാ, നിങ്ങളിത് എവിടെയാ ഒളിച്ചിരിക്കുന്നേ? ഒന്ന് വാ എൻ്റെ മുന്നിൽ. അല്ല മോനെ, വർഷം 2 കഴിഞ്ഞല്ലോ നിന്റെ ഈ ജംഗ്ഷനിൽ വന്ന് നിന്നുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. പരീക്കുട്ടി മാനസമയിലെ പാടാൻ കടുപ്പുറത്ത് പോയിരിക്കുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജംഗ്ഷനിൽ കാത്തു നിൽക്കും. എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവൂ? എടാ, എന്തെങ്കിലും അവളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാലോ? ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ഇനി വന്നാൽ തന്നെ അവൾ നിന്നെ ഓർക്കുന്നുണ്ടോ എന്ന് പോലും ദൈവത്തിനറിയാം. ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയാതെ എൻ്റെ നിഖിലേ. പിന്നെ ഞാൻ എന്ത് പറയാനാടാ? അഭിരാമി എന്നൊരു പേരല്ലാതെ വേറെയൊന്നും അവളെപ്പറ്റി അറിയില്ല. എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുരോഗതി 2 വർഷത്തിനിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം നിന്നേനെ. ഇല്ലടാ, എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ അവളെ കണ്ടുമുട്ടും. അധികം വൈകാതെ തന്നെ. ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യും. നോക്കിക്കോ. എന്നാ നിനക്ക് കൊള്ളാം. പിന്നെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ആ നിമിഷം തന്നെ ഇഷ്ടം പറഞ്ഞേക്കണം. പിന്നേക്ക് വെക്കേണ്ട. അല്ല, ആരാണ് എന്നെ ഉപദേശിക്കുന്നത്? ഞാൻ പിന്നെ ആളെ കണ്ടു കിട്ടാത്തത് കൊണ്ടാണെന്നെങ്കിലും പറയാം. നിന്റെ കാര്യമോ? അവിടെയും വർഷം 3 ഇതുവരെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. നിഖിൽ കുറുമ്പോടെ തല താഴ്ത്തി. അത് പിന്നെ ആദ്യം കരുതി അവളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് പറയാമെന്ന്. പഠിപ്പ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ജോലി കിട്ടി. അതാ ഇപ്പോൾ പ്രശ്നമായത്. കാണാൻ തന്നെ കിട്ടുന്നില്ല അവളെ. കണ്ടു കിട്ടുന്ന സമയങ്ങളിലോ അപ്പോൾ പറഞ്ഞൂടെ നിനക്ക്? അപ്പോൾ പറയാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റണ്ടേ. അവളെ കാണുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരേ ജാതിയായിരുന്നുവെങ്കിൽ പിന്നെയും. അങ്ങനെയൊരു പേടിയും മനസ്സിലുണ്ടേ. നീയല്ലേ പറഞ്ഞത് അവളുടെ അച്ഛൻ ഒരു സാധുവാണ്, ഒരു രോഗിയാണ്, ആകെ ഒരു പെങ്ങള് മാത്രമേ ബന്ധുവായിട്ടുള്ളൂ, അതുകൊണ്ട് മോളെ ആരെങ്കിലും കൊണ്ട് കെട്ടിച്ച് വിടുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ. അതുകൊണ്ട് ജാതിയും മതവും ഒന്നും നോക്കില്ല. ഇങ്ങനെയൊക്കെ നീ തന്നെയല്ലേ അന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്താ പുതിയൊരു പേടി? പേടിയല്ല, ഒരു ഭയം അല്ലേ?
അത് തന്നെയാ ഈ പേടി, ദർശൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഇനി വൈകിപ്പിക്കില്ല. അവളോട് പ്രണയം തുറന്നു പറയാനുള്ള സമയമായെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്നാ നിനക്ക് കൊള്ളാം. നിന്റെ മാവെങ്കിലും പൂക്കട്ടെ. ഇല്ലടാ, പൂക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും മാവ് ഒന്നിച്ചു പൂക്കും. സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് നിഖിൽ പറഞ്ഞപ്പോൾ ദർശന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞു. അമ്പിയേട്ടാ, അഞ്ചരയാകുമ്പോൾ ഞാൻ കോഫി ഷോപ്പിൽ ഉണ്ടാകും, ഒന്ന് വരണേ. എന്താടോ തൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? ഒരു പ്രശ്നമുണ്ട്, നേരിട്ട് കാണുമ്പോൾ പറയാം, വേഗം വരണേ.